ആയുധങ്ങൾക്കായി നമ്മൾ റഷ്യയെയും അമേരിക്കയെയും കൈനീട്ടി കാത്തിരുന്ന കാലം മാറുകയും തദ്ദേശീയമായി ആയുധം നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമായത് സുരക്ഷയിലും പ്രതിരോധത്തിലും ടാറ്റയും എൽ&ടിയും റിലയൻസും മറ്റ് സ്റ്റാർട്ടപ്പുകളും ഇറങ്ങിയതുകൊണ്ടാണ്. ഇന്ത്യൻ സൈന്യം ഇന്ന് ഉപയോഗിക്കുന്ന K9 വജ്ര പോലെയുള്ള പീരങ്കികൾ, മിസൈൽ ലോഞ്ചറുകൾ, അത്യാധുനിക കവചിത വാഹനങ്ങൾ എന്നിവ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. L&T നിർമ്മിച്ച പീരങ്കികളും ടാറ്റ ഗ്രൂപ്പ് നിർമ്മിക്കുന്ന അത്യാധുനിക വിമാനഭാഗങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 21,000 കോടി കടക്കാൻ സഹായിച്ചു. ഫോണുകൾക്കും കാറുകൾക്കും വേണ്ട ചിപ്പുകൾക്കായി നമ്മൾ ചൈനയെയും തായ്വാനെയും ആശ്രയിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. കേന്ദ്രം മുന്നോട്ട് വെച്ച സെമി കണ്ടക്ടർ മിഷൻ ടാറ്റയും അദാനിയും ഏറ്റെടുത്തതോടെ ഇന്ത്യ ലോകത്തിൻ്റെ ചിപ്പ് ഹബായി മാറുകയാണ്. 2026 10 പ്രമുഖ സെമി കണ്ടക്ടർ പ്രൊജക്റ്റുകൾക്കായി 1.6 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇത് നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വില കുറയ്ക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതുപോലെ ലോക നിലവാരത്തിലുള്ള ഹൈവേകൾ, വന്ദേ ഭാരത് ട്രെയിനുകൾ, അത്യാധുനിക വിമാനത്താവളങ്ങൾ എന്നിവ ഇന്ന് നമുക്ക് ലഭ്യമാകുന്നത് കേന്ദ്രത്തിനൊപ്പം തോൾ ചേർന്ന് വൻ പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാനുള്ള ആർജവം L&T പോലെയുള്ള കമ്പനികൾ പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണ്. അദാനി പോർട്സ് വഴി ഇന്ത്യയുടെ കപ്പൽ ഗതാഗതത്തിൻ്റെ 25% നടക്കുന്നു. L&Tയുടെ എഞ്ചിനീയറിംഗ് കരുത്തിൽ നിർമ്മിച്ച മെട്രോ റെയിലുകളും ഹൈവേകളും കൂറ്റൻ പാലങ്ങളും നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ അടയാളങ്ങളാണ്.